നമുക്കൊരു ജേണൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസത്തെ ജേണലാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ആർട്ടാണ് കേട്ടോ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തു. ഒരു കോളം പോലെ കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. വരച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തേന് നമ്മൾ ആദ്യം മോൾ വശം ഒന്ന് റൗണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് മൂന്നാമത്തേതിൻ്റെ അടിവശം ഒന്ന് റൗണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അടിയിൽ നമ്മൾ അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ വരച്ചു കൊടുത്തു. പിന്നെ ഒരു റൗണ്ട് ഏറ്റവും മുകളിൽ മൂന്നാമത്തേന് ഒരു റൗണ്ട് വരച്ചു കൊടുത്തു. ഒരു ബലൂണിൻ്റെ ഒരു മോഡലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അതുപോലെ മുകളിൽ ആ ബലൂണിൻ്റെ ആ ഒരു ഇല്ലേ അതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും നമ്മൾ അതുപോലെ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ ആ റൗണ്ടിൻ്റെ ആ വലിപ്പം ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഓരോരോ വലിപ്പത്തിലാണ് നമ്മൾ ഓരോന്ന് വരച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒന്ന് മുകളിലാണെങ്കിൽ അടുത്തതിൻ്റെ താഴെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ അടിയിൽ വരുന്നതിന് അതൊരു ബലൂൺ പോലെ വരച്ചിട്ടില്ല, വെറുതെ ഒരു റൗണ്ടാണ് വരച്ചു കൊടുത്തേക്കുന്നത്. ഇനി അതിന് ഓരോന്നിനും കളർ ചെയ്തെടുക്കുക കേട്ടോ. പേസ്റ്റൽ ഗ്രീനാണ് ഞാൻ സെൻറ്ററിൽ കൊടുത്തത്. മുകളിൽ പേസ്റ്റൽ കളറിലെ പിങ്ക് കൊടുത്തു, താഴെ പേസ്റ്റൽ ബ്ലൂ കൊടുത്തു. അങ്ങനെയെല്ലാം പേസ്റ്റൽ കളേഴ്സിലാണ് ആ ബലൂണുകളൊക്കെ കളർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ബലൂണിൻ്റെ ഉള്ളിൽ എന്താണ്? ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ. എവിടെയും എത്താതെ പോയിട്ടുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണേ. ഇനിതാ അതിലേക്ക് ആ ഒരു പെൻസിലും കൊണ്ട് വരച്ചില്ലേ, അത് നമ്മൾ ഒരു CD മാർക്കർ ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ ആ ബലൂണിനും ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് ബ്ലാക്ക് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏപ്രിൽ എന്നുള്ളതും നമ്മൾ എഴുതി തന്നെയാണ് കൊടുക്കുന്നത്, ഒട്ടിച്ചല്ല കൊടുക്കുന്നത്. കാരണം ഒരു ആർട്ടല്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിലും അടിയിലും ഇതേപോലെ ഓരോ ലൈനുകൾ വരച്ചു കൊടുത്തു. അടിയിൽ ഇതാ ഒരു ഫ്ലവർ, ഒരു ബ്ലൂ കളർ ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ അതാ മുകളിൽ അതുപോലെ തന്നെ ചെറിയൊരു ഇംഗ്ലീഷിൻ്റെ ബുക്ക് അത് വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. സെൻറ്ററിൽ ഇങ്ങനെ ഒരു സൈഡ് പോലെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ഏപ്രിലിൽ വരച്ച പോലെ തന്നെ 2 വരകൾ മുകളിലും അടിയിലായിട്ട് വരച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പുറത്ത് ഒരു പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണത്, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ കേട്ടോ. പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇനി ഏപ്രിലിൽ ഒരു ഡെക്കറേഷൻ വർക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലും ആ ഒരു ഡീപ്പ് യെല്ലോ അല്ല, അതൊരു വേറൊരു പ്രത്യേക കളറാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു ഇഷ്ടപ്പെട്ടൊരു കളറാണ്, അതുകൊണ്ട് ഞാനത് വരച്ചു കൊടുത്താണേ. പിന്നെ ഇതൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനത് കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ചെറിയ 2 ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് ആ ഇംഗ്ലീഷിൻ്റെ അത് ഒട്ടിച്ചിട്ടില്ലേ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. ഇതാ നമ്മുടെ ഏപ്രിലിൻ്റെ അടിയിൽ സ്റ്റാർസ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒട്ടിച്ചെടുക്കുന്നത് സ്റ്റിക്കേഴ്സാണ്. പക്ഷേ ഈ സ്റ്റിക്കേഴ്സിൽ കാണണമെന്നല്ല കേട്ടോ എൻ്റെ ആഗ്രഹം. ഇത് ബലൂൺ വെറുതെ ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ്ഡ് ആവണം. അതുമാത്രമാണ്, ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു ബിഗ് 0 ആണ്. ആ ഒരു 0യും കൂടിയാണ് കേട്ടോ അത്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ കണ്ണീരോടെ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജേണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏപ്രിൽ മാസത്തെ ജേണലാണത്. പിന്നെ ഒരു ജേണൽ ബുക്ക് വാങ്ങണം, കുറേ ജേണൽ സപ്ലൈസ് വാങ്ങണം. ഇതെല്ലാം ആഗ്രഹങ്ങളിൽ പെടുന്നതാണ്. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ തന്നെയാണ്. ജേണൽ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹം തന്നെയായിരിക്കും. എനിക്കും അതിന് കഴിഞ്ഞിട്ടില്ല. ഞാനും വെറും ഒരു ഡയറിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് കയ്യിൽ കിട്ടുന്നതാണ് എൻ്റെ ജനറൽ സപ്ലൈസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആ സ്റ്റിക്കേഴ്സൊക്കെ മാത്രമാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അതുപോലെ ജേണൽ സപ്ലൈസ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാർ വിഷമിക്കേണ്ട. ഇതുപോലെ നമുക്ക് ജേണൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ? ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ ജേണൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.